അങ്ങനെ ഒരു പിറന്നാൾ കൂടി കഴിഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം കേക്കൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പോയത് സാക്ഷാൽ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കാനാണ്. ഗോപാല കഷായം എന്ന് പറയുന്ന അമ്പലപ്പുഴ പാൽപ്പായസം. എന്നും ഉച്ചപൂജയ്ക്ക് ശേഷം സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈ പായസം കുടിക്കാൻ ഇവിടെ എത്തുമെന്നാണ് പറയാറ്. ഇവിടെ പാൽപ്പായസത്തിന് പഞ്ചസാര ചേർക്കാൻ വാസുദേവ എന്നൊരു നീട്ടിവിളിയുണ്ട്. പഞ്ചാരവിളി എന്നാണ് ഇതിന് പറയുന്നത്. പണ്ട് ചെമ്പകശ്ശേരിയിലെ രാജാവിനെ ചതുരംഗത്തിൽ തോൽപ്പിച്ച ബ്രാഹ്മണ വേഷത്തിലെത്തിയ ശ്രീകൃഷ്ണ ഭഗവാൻ തോറ്റാൽ തനിക്ക് നൽകാമെന്ന് പറഞ്ഞ ധാന്യം പാൽപ്പായസമായി ദിവസവും തൻ്റെ മുന്നിൽ എത്തിക്കണമെന്ന് പറഞ്ഞത്രേ. അങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഉത്ഭവിച്ചെന്നാണ് ഒരു കഥ. തൃക്കൈ വെണ്ണയും ത്രിമധുരവുമാണ് മറ്റു പ്രധാന നിവേദ്യങ്ങൾ. പാൽപ്പായസം വാങ്ങാൻ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന ദിവസം 11 മണിക്കുള്ള ക്യൂവിൽ നിന്നോ വാങ്ങാം. ഭഗവാന് നിവേദിച്ച പാൽപ്പായസം 1 മണിയോടുകൂടി വിതരണം ചെയ്യും. 1 ലിറ്ററിന് 160 രൂപയും 1/2 ലിറ്ററിന് 80 രൂപയുമാണ് വില. ആദ്യത്തെ ക്യൂവിൽ നിന്നവർക്കുള്ള പാൽപ്പായസം വിതരണം ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന പാൽപ്പായസം കൊടുക്കാനും ഒരു ക്യൂ ഉണ്ട്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 വിതരണം ചെയ്യുന്ന ഈ പാൽപ്പായസത്തിന് വേണ്ടി 11:30 തന്നെ ഭക്തജനങ്ങൾ ക്യൂ നിൽക്കാറുണ്ട്. ഇവിടുത്തെ പശുവിൻ്റെ പാലും നെയ്യും മണിക്കിണറിലെ വെള്ളവും ചേർത്തുണ്ടാക്കുന്ന ഈ ഗോപാല കഷായം ലോകത്ത് എവിടെ ചെന്ന് തയ്യാറാക്കിയാലും ഈ രുചിയിൽ കിട്ടില്ലത്രേ.